ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ 2023-24 നടന്ന ഓണം എക്സാമിലെ ക്ലാസ് 8 കേരള സിലബസിലെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോസിലായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. In the figure, angle A and angle B are equal. Angle C is 12 degrees smaller than angle A. If angle A equal to x, find angle C. Second one, find the measure of angle A and C. ചിത്രത്തിൽ കോൺ എ, കോൺ ബി ഇവ തുല്യമാണ്. കോൺ സിയുടെ അളവ് കോൺ എയുടെ അളവിനേക്കാൾ 12 ഡിഗ്രി കുറവാണ്. കോൺ എയുടെ അളവ് എക്സ് ആയാൽ കോൺ സി എത്ര? കോൺ എ, കോൺ സി ഇവയുടെ അളവുകൾ കണക്കാക്കൂ. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. ആംഗിൾ എയുടെ മെഷർമെൻറ്റ് എക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആംഗിൾ എ എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ ആംഗിൾ ബിയും എത്ര തന്നെയാണ് വരിക? എക്സ് തന്നെയാണ് വരിക. ആംഗിൾ സി എന്ന് പറയുന്നത് ആംഗിൾ എയേക്കാളും 12 ഡിഗ്രി സ്മോളർ ആണ്. എ എക്സ് ആണെങ്കിൽ എക്സിനേക്കാളും 12 ഡിഗ്രി കുറവാണ് എന്ത്? സി വരുന്നത്. അപ്പോൾ ആംഗിൾ സി എന്ന് പറയുന്നത് ആംഗിൾ എ മൈനസ് 12 ഡിഗ്രിയാണ്. ആംഗിൾ എ എക്സ് ആയതിനാൽ എക്സ് മൈനസ് 12. സിയുടെ മെഷർമെൻറ്റ് എത്രയാണ് വരിക? എക്സ് മൈനസ് 12. ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് ആണ്. ആംഗിൾ ബിയും എന്താണ്? എക്സ് തന്നെയാണ്. അപ്പോൾ എക്സ് പ്ലസ് എക്സ്. ആംഗിൾ സി എന്ന് പറയുന്നത് എക്സ് മൈനസ് 12 ആണെന്ന് നമുക്ക് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മാണ് എത്ര? 180 ഡിഗ്രി. എക്സും 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 ആഡ് ചെയ്യുമ്പോൾ 3x. അപ്പോൾ 3x മൈനസ് 12 ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടും. ഇനി 3xൻ്റെ വാല്യൂ എന്താ കിട്ടുക? 12നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ മൈനസ് 12 പ്ലസ് 12 ആവും. 180 പ്ലസ് 12 എന്ന് വരും. 180യും 12ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 192 കിട്ടും. അപ്പോൾ 3x ആണ് 192. അപ്പോൾ ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. എക്സ് എന്ന് പറയുന്നത് 92 ഡിവൈഡഡ് ബൈ 3 ആണ്. 192 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 64 ആണ്. ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ ബിക്ക് ഈക്വൽ ആണ്. രണ്ടിൻ്റെയും വാല്യൂ എത്ര വരും? 64 ഡിഗ്രി കിട്ടും. ഇനി ആംഗിൾ സി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആംഗിൾ സി എന്ന് പറയുന്നത് എക്സ് മൈനസ് 12 ആണ്. എക്സ് മൈനസ് 12 എന്ന് പറഞ്ഞാൽ 64 മൈനസ് 12. അതിൻ്റെ വാല്യൂ എത്ര കിട്ടും? 52 ഡിഗ്രി ആണ് എന്ത്? ആംഗിൾ സിൻ്റെ വാല്യൂ. ജീനാസ് ഏജ് ഇസ് 5 ടൈംസ് ഹെർ സൺസ് ഏജ്. ആഫ്റ്റർ 2 years the sum of their ages will be 40. Use the information given and fill in the following table. What is the present age of the son? Second one, find Gina's present age. മകൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാണ് ജീനയുടെ വയസ്സ്. 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 40 ആകും. അങ്ങനെയാണെങ്കിൽ ആ ടേബിൾ ഫില്ലാക്കുക. മകൻ്റെയും ജീനയുടെയും ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മകൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാണ് ജീനയുടെ വയസ്സ്. അതായത് മകൻ്റെ വയസ്സ് എക്സ് ആയി എടുക്കുകയാണെങ്കിൽ ജീനയുടെ ഏജ് എത്രയാണ് വരിക? 5x ആയിട്ട് മാറും. 2 വർഷം കഴിയുമ്പോൾ മകൻ്റെ ഏജും അതേപോലെ ജീനയുടെ ഏജും 2 ആഡ് ആവും. ഓക്കെ, 2 വർഷം കൂടുമ്പോൾ 2 ഇൻക്രീസ് ആവും. അപ്പോൾ സണ്ണിൻ്റെ ഏജ് എക്സ് പ്ലസ് 2 ആയിട്ടും ജീനയുടെ ഏജ് പ്രസൻറ്റ് ഏജ് 5x ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ 2 കൂടും. അപ്പോൾ എന്താവും? ജീനയുടെ ഏജ് എന്ന് പറയുന്നത് 5x പ്ലസ് 2 ആയിട്ട് മാറും. 2 വർഷം കഴിയുമ്പോൾ മകൻ്റെ വയസ്സിൻ്റെയും ജീനയുടെ വയസ്സിൻ്റെയും തുക എന്ന് പറയുന്നത് 40 ആണ്. 2 വർഷം കഴിയുമ്പോൾ മകൻ്റെ വയസ്സ് എക്സ് പ്ലസ് 2 ആണ്. ജീനയുടെ വയസ്സ് 5x പ്ലസ് 2 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 2 പ്ലസ് 5x പ്ലസ് 2 ചെയ്യുമ്പോൾ 40 കിട്ടും. 5xും എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 6x ആണ്. പ്ലസ് 2 പ്ലസ് 2 4 ആണ്. ഈക്വൽ ടു 40. 6x ഇസ് ഈക്വൽ ടു പ്ലസ് 4 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് 4 ആവും. അപ്പം 6x ഇസ് ഈക്വൽ ടു 40 മൈനസ് 4. 40 മൈനസ് 4 എത്രയാണ്? 36 ആണ്. 6x 36 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 36 ഡിവൈഡഡ് ബൈ 6 വരും. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആയിരിക്കും. പ്രസൻറ്റ് ഏജ് ഓഫ് സണ്ണ് 6 ഇയേഴ്സും ജീനയുടെ പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത്
5x ആണ്. ഇപ്പോൾ 5 ഇൻറ്റു 6 എന്ന് വരും. 5 ഇൻറ്റു 6 എത്രയാണ്? 30 ഇയേഴ്സ് ആയിരിക്കും ജീനയുടെ പ്രസൻറ്റ് ഏജ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്